ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ക്യൂട്ട് ആൻഡ് ഈസ്തെറ്റിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെമ്മോ പാഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന A5 ഷീറ്റാണ്. A5 ഷീറ്റ് എന്ന് പറയുന്ന A4ൻ്റെ പകുതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസിലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്ക് ഈ ഒരു സൈസിലും ഷേപ്പിലുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ഈസ്തെറ്റിക് ക്യൂട്ടുമായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു ബോയൊക്കെ വെച്ച് ഒരു 4 ബോയൊക്കെ വെച്ച് ജസ്റ്റ് ഒരു ആർക്കും ആണെങ്കിലും വരയ്ക്കാം. അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു ഡിസൈനാണിത്. അങ്ങനെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്, അത് കണക്ക് എല്ലാ പേജിലും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് എളുപ്പമാണ്, പെട്ടെന്നാണിത് വരച്ച് തീർന്നത് തന്നെ. എന്നിട്ട് ഇത് കണക്ക് അറേഞ്ച് ചെയ്തിട്ട് പേപ്പർ ക്ലിപ്പ് കൊണ്ട് 2 സൈഡിൽ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് ഏതെങ്കിലും ഗ്ലൂ എടുത്ത് ഫെവിക്കോൾ തന്നെയായിരിക്കും നല്ലത്. എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഫിംഗർ ടിപ്പ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുള്ള ഏത് കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പീസ് പേപ്പറോ എല്ലാം ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ബുക്കിൻ്റെ ബൈൻഡായാലും മതി. എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കുറച്ച് ആ ഒരു പേപ്പറിനേക്കാളും നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു കുഞ്ഞ് പേപ്പറിനേക്കാളും കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് വരയ്ക്കാൻ വേണ്ടി ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു A5 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്രിഡുകൾ വരച്ചു കൊടുക്കുന്നത്. ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആൽക്കഹോൾ സ്കെച്ച് പെന്നാണ്. അതിനുശേഷം ഇങ്ങനെ ഗ്രിഡ് പോലെ വരച്ചു കൊടുത്ത് അതിൻ്റെ അത് കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ബോസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത കാർഡ്ബോർഡ് ഷീറ്റ് ഉണ്ടല്ലോ, അതേ കണക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എയർ ബബിൾസോ അങ്ങനെ ഒന്നും വന്ന് ആ ഒരു വൃത്തിയായിട്ടൊരു രീതിയിലാവത്തില്ല. അതിങ്ങനെ ഇടയ്ക്ക് പൊങ്ങിയിരിക്കുന്ന ഇടയ്ക്ക് ഒട്ടിയിരിക്കുന്ന ആ ഒരു രീതിയിലോട്ട് വരത്തില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ഗ്ലൂ വെച്ച് തേച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കോർണേഴ്സൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വരാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് 2 സൈഡിലും ഇതേ കണക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും അതേ കണക്കിന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഫോൾഡ് ചെയ്ത് മടക്കി ഒട്ടിക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് തന്നെ നമുക്ക് കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു എക്സാം ബോർഡ് കണക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു എക്സാം ബോർഡില്ലേ, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ക്ലിപ്പും കൂടി ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് എൻ്റെ ബാക്ക് ആ ഒരു വൃത്തിയിൽ മറയ്ക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വേറെ ഇത് കണക്കിനെ വരച്ച് അത് കണക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച് അതിൻ്റെ ക്ലിപ്പൊക്കെ എടുത്ത് മാറ്റി നോക്കുമ്പോൾ നല്ലപോലെ ഒട്ടി തന്നെ ഇരിക്കും. കാരണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡും കൂടി ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് കീറി ഇങ്ങനെ ഇനി ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എന്നും പറഞ്ഞ് കുറച്ച് ഡിസൈൻ രീതിയിലൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ടത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ജസ്റ്റ് നേരത്തെ വരച്ച ആ ഡിസൈൻ തന്നെ, ഇതിൽ വരച്ച ആ ഡിസൈൻ തന്നെ ആ ടു ഡു ലിസ്റ്റിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഗ്ലൂ തേച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക, അതിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. കറക്റ്റ് സെൻറ്റർ നോക്കി തന്നെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ആ ടു ഡു ലിസ്റ്റും അതേ കണക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ക്യൂട്ടായിട്ടില്ലേ, നല്ല രസമാണ് കാണാൻ തന്നെ, നേരിട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഇത് ഞാൻ ഒരു ബെസ്റ്റ് കമൻറ്ററിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം കമൻറ്റ് നല്ല ഇട്ടോളും. അപ്പോൾ ഇടുന്നവർക്ക്, നല്ലൊരു കമൻറ്റ് ഇടുന്നവർക്ക് ഞാൻ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള DIY പ്രൊഡക്ട്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരെ ബൈ.